ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലൊരു സാമ്പാർ ഉണ്ടാക്കാം. സ്കൂളും തുറന്നു, ഓഫീസും ഒക്കെ പോകേണ്ട ടൈമൊക്കെ ആകുമ്പോഴേക്കുണ്ടല്ലോ, നമുക്ക് ഇങ്ങനെ ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ പെട്ടെന്നൊരു സാമ്പാർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അത് ലഞ്ചിനും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാനൊരു കുക്കറിൽ ഒരു 2 വിസിൽ അത്രയേ ഉള്ളൂ. ആദ്യം നമ്മൾ പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. അതിന് ഞാൻ തൂരപ്പരിപ്പ് 1/2 കപ്പ് ഇവിടെ കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 സ്പൂൺ ഉലുവയും 1/4 സ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും കൂടെ ചേർത്ത് ഇതേപോലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, അതായത് ഈ കുക്കറിൽ നികന്ന വെള്ളം, അതായത് ഈ പരിപ്പ് മുങ്ങിക്കിടക്കത്തിലുള്ള വെള്ളം ഒഴിച്ചിട്ട് 2 വിസിൽ മതി അതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഞാൻ കുറച്ച് പുളിവെള്ളം ഒരു ബൗളിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു വലിയ സ്പൂൺ നമ്മുടെ സാമ്പാർ പൊടിയും 1/4 സ്പൂൺ മുളക് പൊടിയും ഒരു 1/2 സ്പൂൺ നമ്മുടെ കായപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമ്മുടെ കുക്കറിൽ പരിപ്പ് വെന്തോന്ന് നോക്കാം. 2 വിസിൽ കഴിഞ്ഞു. ഇതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, അധികം വെള്ളം ഒന്നും ആയിട്ടില്ല പരിപ്പിന്. ഇതേ രീതിയിൽ വേണം വെക്കാൻ. എപ്പോഴും നമ്മൾ സാമ്പാർ വെക്കുമ്പോൾ അധികം വെള്ളവും ആകരുത്, എന്നാൽ ആവശ്യത്തിന് വെള്ളവും വേണം. ആ രീതിയിൽ വേണം വേവിക്കാനായിട്ട്. ഇനി നമുക്ക് പച്ചക്കറികൾ വേവിക്കണം. ഞാൻ ഇതിനകത്ത് ക്യാരറ്റ്, അതേപോലെ തന്നെ സവാള, കുമ്പളങ്ങ കഷ്ണങ്ങളാക്കിയത്, പൊട്ടറ്റോ കഷ്ണങ്ങളാക്കിയത്, അതേപോലെ തന്നെ തക്കാളി, 2 വലിയ പച്ചമുളകും, ഇതെല്ലാം ഓരോന്ന് വെച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അധികമൊന്നുമില്ല. ഇതൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിൽ കാണുന്ന സാധനങ്ങൾ തന്നെയാണല്ലോ. ഇനി നമുക്കത് കഷ്ണങ്ങളെല്ലാം കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മല്ലിയില ഞാൻ എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ കറിവേപ്പില. നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി അതും നമുക്കിതുപോലെ കട്ട് ചെയ്ത് ഈ കുക്കറിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ആക്ച്വലി നമ്മൾ വെജിറ്റബിൾ വേവിക്കുന്ന സമയത്ത് ഒരു വിസിൽ മതി. ഒരു വിസിലിൽ നന്നായി വേകും. പക്ഷേ ഇത് പരിപ്പും കൂടി ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് നമ്മൾ 2 വിസിൽ വേവിച്ചെടുത്തെങ്കിലേ അത് നന്നായിട്ട് വെന്ത് യോജിക്കത്തുള്ളൂ. ഇനി അതിലേക്ക് നമ്മുടെ പുളിവെള്ളം, അതിനകത്ത് നമ്മൾ വെള്ളത്തിൽ പൊടികളൊക്കെ കലർത്തിയ നമ്മുടെ പുളിവെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഈ കഷ്ണം നികന്ന് നിൽക്കാൻ വേണ്ടിയുള്ള വെള്ളം, അതായത് ഇതൊന്ന് വെന്ത് കിട്ടണം. അതായത് നമ്മൾ പരിപ്പ് വേവിച്ചില്ലേ, അതേ രീതിയിൽ തന്നെ ഈ കഷ്ണങ്ങൾക്കും അതേപോലെ വെള്ളം വെച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു തവി കൊണ്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് 2 വിസിൽ വരുമ്പോഴേക്കും ഇത് നന്നായിട്ട് വേകും. അപ്പോൾ ഇതിനകത്ത് ഉപ്പും പുളിയും എല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട്, മസാലയൊക്കെ ചേർത്തിട്ടുണ്ട്, അറിയാമല്ലോ. അപ്പോൾ ഇത് വെന്ത് യോജിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കതൊന്ന് അടച്ച് വെച്ച് കുക്കർ നമുക്ക് വേവിക്കണം. പെട്ടെന്ന് വെന്ത് കിട്ടും. അങ്ങനെ ഞാൻ ഈ കുക്കർ വേവിച്ച് എടുത്തിട്ടുണ്ട്. 2 വിസിൽ കഴിഞ്ഞു. നമ്മളത് തുറന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തൊന്നും ടേസ്റ്റ് നോക്കിയിട്ട് എന്തെങ്കിലും പോരായ്മ വേണ്ട അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി കടുക് വറുത്ത് നമുക്ക് ചേർക്കണം. അത് ഞാൻ കാണിക്കുന്നില്ല. ഇനി ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടല്ലോ, വെയിലടിക്കുന്നതുണ്ടോ. എൻ്റെ അടുക്കളയിൽ സൂര്യഭഗവാൻ എത്തി നോക്കുന്നുണ്ട്. ഇന്ന് വലിയ മഴയൊന്നുമില്ല. നല്ല അടിപൊളി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിൽ കുറച്ച് ഒരു 2-3 ഇഡലി എടുത്തിട്ട് നമുക്കിങ്ങനെ സാമ്പാർ അതിൻ്റെ പുറത്ത് ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് കഴിച്ച് നോക്കണം, എന്താ ടേസ്റ്റ്.